ഇത്. അപ്പോൾ നമ്മളിനി ഒരു അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടും കൂടി പാടി നമ്മളിങ്ങനെ മെല്ലെ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. മെല്ലെ ഇങ്ങനെ തീർക്കാം നമുക്ക്. അപ്പോൾ ഇത്രയും നേരം നമ്മളിവിടെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് കലാകാരന്മാരെ നമ്മളൊന്ന് പെട്ടെന്ന് വേദിയിലേക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ വ്യക്തികളെ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് പരിചയപ്പെടുന്നു. ആദ്യം തന്നെ ഇവിടെ തബലയിൽ പോലായ ഇല്ലല്ലോ, ഓക്കെ. അപ്പോൾ ഇവിടെ തബലയിൽ നാദോസ്മയം തീർത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ എന്നുള്ളത് നിരവധി വേദികളിലൂടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കലാകാരനാണ്. ഗാനമേള വേദികളിലൊക്കെ ഏറ്റവും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അനൂപേട്ടന് നല്ലൊരു നിറഞ്ഞൊരു കൈയടിയോടുകൂടി നമ്മൾ വേദിയിലേക്ക് പരിചയപ്പെടുന്നു. അതുപോലെ തന്നെ ഇവിടെ ജാസ് ഡ്രമ്മിൽ നാദോസ്മയം തീർത്തുകൊണ്ടിരിക്കുന്ന പാർവണക്ക് ഒരു നല്ലൊരു കൈയടിയോട് കൊടുത്ത് നമുക്ക് അങ്ങോട്ടേക്ക് വിടാം കേട്ടോ. പാർവണ, താങ്ക് യു. അപ്പോൾ ഇവിടെ ജാസ് ഡ്രമ്മിൽ നാദോസ്മയം തീർത്തുകൊണ്ടിരിക്കുന്ന അതുല്യനായ മറ്റൊരു സംഗീത പ്രതിഭ കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി വേദികളിലൂടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ സന്തോഷ് ഓൺ സ്റ്റേജ്. സന്തോഷ് ഏട്ടനെയും വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി വേദിയിലേക്ക് പരിചയപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റൊരു അതുല്യനായ സംഗീത പ്രതിഭ കൂടി ഇവിടെ റിഥം പാഡ് കമ്പോസറിൽ നാദോസ്മയം തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി വേദികളിലൂടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ ഒരു മേഖലയിൽ ഒരു വലിയ ലെഗസി സ്വന്തമായിട്ടുള്ളൊരു കലാകാരൻ കൂടിയാണ്. നിരവധി ഗാനമേള വേദികളുടെയൊക്കെ നാടൻപാട്ടിൻ്റെ വേദികളിലൊക്കെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ ഉത്തേജ് ഏട്ടനും നല്ലൊരു നിറഞ്ഞൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. ഇനി ഇവിടെ കീസിൽ നാദോസ്മയം തീർത്തുകൊണ്ടിരിക്കുന്ന അതുല്യനായ സംഗീത പ്രതിഭയുണ്ട്. പാട്ടുകളുടെ പിന്നണിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു അതുല്യനായ സംഗീത പ്രതിഭ കൂടിയാണ്. നിരവധി വേദികൾ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ പരിപാടികൾ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട കലാകാരനെ നിറഞ്ഞൊരു കൈയ്യടിയോടുകൂടി നമ്മൾ വേദിയിലേക്ക് പരിചയപ്പെടുന്നു. ശ്രീ സംഗീത് കണ്ണൂർ ഓൺ സ്റ്റേജ്. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക്. അവസാനമായിട്ട് ഇവിടെ പരിചയപ്പെടുന്ന ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ തൻ്റെ കൈവിരലുകൾ കൊണ്ട് മാന്ത്രികത തീർത്തുകൊണ്ടിരിക്കുന്ന ഗിറ്റാറിസ്റ്റ് കൂടിയായിട്ടുള്ള കലാകാരനാണ്. മലബാർ മേഖലയിലെ ഏറ്റവും കൂടുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കലാകാരൻ കൂടിയാണ്. നിറഞ്ഞൊരു കൈയടിയോട് വേദിയിലേക്ക് പരിചയപ്പെടുത്തുന്നു പ്രിയപ്പെട്ട ശ്രീ ജിത്തു പേരാമ്പ്ര ഓൺ സ്റ്റേജ്. അദ്ദേഹത്തെയും ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് പേരുകൾ കൂടി പറഞ്ഞു പോകാതെ നമുക്കിവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അഭിമാനകരമായൊരു വേദിയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികം, ഒരു ജനകീയ സർക്കാരിൻ്റെ 4ാമത് വാർഷികം നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിക്കുന്ന ഒരു വേദിയിൽ ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു പരിപാടി അവതരിപ്പിക്കാൻ അവസരമുണ്ടായതിലുള്ള ഒരു എന്താ പറയുക, ഏറ്റവും വലിയ ഭാഗ്യത്തെ, അതിൻ്റെ നന്ദിയെ ഒക്കെ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ ചുക്കാൻ പിടിച്ച എല്ലാവർക്കുമുള്ള ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ഈ ഒരു നാടിൻ്റെ സ്നേഹത്തിന് മുന്നിലേക്ക് ഇങ്ങനെ വരാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിരവധി വേദികളിലൂടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ ഷൈൻ വെങ്കരങ് ഓൺ സ്റ്റേജ്. അദ്ദേഹത്തിനും നിറഞ്ഞൊരു കൈയടി നമുക്ക് കൊടുക്കാം. ഷൈനാട്ടിനും നന്ദിയും കടപ്പാടും സ്നേഹവും അവസരത്തിലെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇടിമുഴക്കത്തിൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദമൊക്കെ നമുക്ക് വേണ്ടി തന്നുകൊണ്ടിരിക്കുന്ന, സൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോൾ ടീം അവിടെയുണ്ട്. നല്ലൊരു നിറഞ്ഞൊരു കൈയടി അവർക്ക് വേണ്ടിയും കൊടുക്കാം. ഇതൊരു 50-50 പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളുടെ 50%-നേക്കാൾ ഏറ്റവും വലിയ രീതിയിൽ ആ ഒരു 50% അവർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്കുള്ള ഞങ്ങളുടെ സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ മീഡിയ ടീം, യതീന്ദ്രേട്ടൻ്റെ ഒക്കെ ടീം ഇവിടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും നല്ലൊരു നിറഞ്ഞൊരു കൈയടി കൊടുക്കാം. നമ്മുടെ ഹോൾ മീഡിയ ടീമിനുള്ള ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. ഇനി നന്ദി പറയേണ്ടത് ആർക്കായിരിക്കും? ഗായകർ. ഓക്കെ, ഇതുണ്ട്. അതിലൊക്കെ അപ്പുറത്തേക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു പ്രിയപ്പെട്ട പാട്ടുകാരി കൂടിയുണ്ട്. നാടൻ പാട്ടിൻ്റെ മേഖലയിൽ നിരവധി അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള വജ്രജൂബിലി ഫെലോഷിപ്പ് ഒക്കെ ഈ ഒരു മേഖലയിൽ ഏറ്റുവാങ്ങിയ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരി വിപിനക്കും നല്ലൊരു നിറഞ്ഞൊരു കൈയടി കൊടുക്കാം. വിപിന. അപ്പോൾ അവസാനമായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് അഭിരാജ് നടുവിൽ. നല്ലൊരു കൈയടി തന്നോട്ടെ. ഓക്കെ, ശരി, നമ്മൾ നിർത്തോട്ടെ. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഇനി നന്ദി പറയേണ്ടത് ആർക്കായിരിക്കും? യെസ്, ഒബ്വിയസ്ലി നന്ദി എന്ന് പറയുന്നൊരു വാക്കൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്രിഞ്ച് ഫീലായി പോകും തോന്നുന്നു. അതുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളുടെ ഈ പരിപാടി കാണുകയും കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി എന്ന് പറയുന്ന ഒരു 2 അക്ഷരത്തിലൊന്നും ഒതുക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഒരു കഷ്ണം നന്ദിയിൽ പൊതിഞ്ഞങ്ങ് നൽകുകയാണ് എല്ലാവർക്കും. അപ്പോൾ പ്രിയപ്പെട്ട കവി ONV അദ്ദേഹത്തിൻ്റെ ചാറുങ്ങര പക്ഷികൾ എന്ന കൃതിയിൽ പാടിയതുപോലെ എല്ലാം മറന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അങ്ങ് സ്തമിച്ചു പോയി. ഇനി നമ്മളിതൊരാളിൻ്റെ നിദ്രയ്ക്ക് മറ്റയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നേരിടണം എന്ന് അദ്ദേഹം പാടിവെച്ചു. അപ്പോൾ ഒരു അന്യൻ്റെ ഉറക്കത്തിന് മാത്രം കാവലിരിക്കാൻ ഹൃദയവിശാലത നമുക്കുണ്ടാവട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും, ഈ സർക്കാരൊക്കെ ലക്ഷ്യം കാണുന്നത് പോലെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയൊക്കെ ദിവസങ്ങളായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് കൈയടി ഞങ്ങളൊന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. സ്നേഹം, നന്ദി. ആരെയും പേരൊന്നും അറിയില്ല, കുറച്ച് പേരുകൾ മാത്രമേ അറിയൂ. പക്ഷേ നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ മനസ്സിനുള്ളിൽ ഓർമ്മിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാന
ചെയിൻ സോങ് കൂടി പാടുന്നതിന് മുമ്പ് ഷൈനാട്ടൻ്റെ വാക്കുകളിലേക്ക്. താങ്ക് യു. അല്ല, ഞാൻ വിനീഷ് സാറ് മുതൽ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ PRD എഴുതിയിരിക്കുന്ന കഴുത്തിൽ മാലയിട്ട എല്ലാ ശ്രുതിയല്ലേ അല്ല ദൃശ്യ രാവിലെ മുതൽ സാർ എനിക്ക് സമ്മാനം തന്നിട്ടില്ല. ഏതൊക്കെ പാട്ട് പാടും, എത്ര ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ, ഗംഭീരമായിട്ട് പോട്ടെ. പാട്ടുകൾ ലിസ്റ്റ് ഏകദേശം കിട്ടിയില്ല ഇപ്പോൾ. അപ്പോൾ സാറിനറിയാം, ഇന്നലെ നിങ്ങൾക്കറിയാലോ നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് ഈ പ്രോഗ്രാം ശരിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ തീരുമാനിച്ചതാണ്. അപ്പോൾ സഡനായിട്ട് ചെയ്തത് കൊണ്ട് ചിലപ്പോൾ ചെറിയ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു പെട്ടെന്നുള്ളതിലേക്ക് വന്നിട്ടുണ്ടാവില്ല. എങ്കിലും മാക്സിമം ഞങ്ങളാൽ കഴിയുന്നത് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ഉണ്ടോ? കുറച്ച് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലേ? ഓക്കെ, അത് മതി. പൂർണ്ണമായിട്ടല്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു കുറച്ചുണ്ടായാൽ മതി. അതന്നെ വലിയ സന്തോഷം. യതീന്ദ്രേട്ടാ, എല്ലാം ഒപ്പിയെടുത്തിട്ടില്ലേ? കൃത്യമായിട്ട് ഒന്നും മിസ്സായിട്ടില്ലല്ലോ? മതി, ഡൺ. ഓക്കെ, ശരി. ഒരു ഡാൻസ് കളിക്കേട്ടാ. അതാണ്, ആരും ഇരിക്കണം എന്നൊന്നുമില്ല. ഒന്ന് എല്ലാവർക്കും എഴുന്നേക്കാൻ പറ്റുന്ന അത്രയും സന്തോഷം. സ്റ്റേജിലേക്ക് വരേണ്ടവർക്ക് സ്റ്റേജിലേക്ക് വരാം, അവിടുത്തെ ഡാൻസ് ചെയ്യേണ്ടവർക്ക് ഡാൻസ് ചെയ്യാം. ഒരു മടിയൊന്നും വേണ്ട, വരുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ലാസ്റ്റ് സോങ് ആണ് കേട്ടോ, ലാസ്റ്റ് സോങ് ആണ്. അപ്പൊ ഒരു ചെയിൻ സോങ്ങിലേക്ക് നേരത്തെ വന്ന സാവരിയ വാ ആ ടീം എല്ലാവരും ഒന്ന് വാ. ആ ടീം എല്ലാവരും വരുക. സത്യടാ സ്റ്റേജിലേക്ക് വരൂലേ? ഓക്കെ, റെഡി. എല്ലാവരും നേരത്തെ വന്ന നമ്മുടെ പാട്ടുപാടി ആളും കൂടി ഒന്ന് സ്റ്റേജിലേക്ക് വന്നാൽ വലിയ സന്തോഷം. അവരെല്ലാവരും ഒന്ന് വന്നാൽ ഓക്കെ. കൈത്തുടി താളമിട്ടേ മേളമിട്ടേ എല്ലാവരും ഒന്ന് കൈവൊക്കെ എടുക്കാം. കസരഗോഡ് പേട്ട മാനിനഗരേ ഔളുള്ളേറ് മാനിനഗരേ ധീരാജ് പേട്ട മാനിനഗരേ മാനിനഗരേ തങ്കേ കുമരനഗരേ തങ്കേത്തി. ഒന്ന് കൂടെ പാടാം. മാനിനഗരേ തങ്കേത്തി കുമരനഗരേ കുമരനഗരേ. 1 2 3 4 താരേ താനേ താനേ എല്ലാവർക്കും കൈ പൊക്കി കൈയടിക്കും. തറക്കുറട്ടെ പൂകള പാടുക തങ്കത്തെ ചിക്കള്. लुटा दे अंगुली अंगुली जुल्म बता दे, उसको बता दे, जरा मुझको बता दे, मैं उससे मिलूंगा, एक बार मिला दे, यार मिला दे, दिलदार मिला दे, यार मिला दे, दिलदार मिला दे. എല്ലാവരും കൂടെ പറയാം. കാലമായടി തെയ്യാമേ കാശിന്റെ ശാമം തീർന്നടി തെയ്യാമേ തമരടിക്കണ കാലമായടി തെയ്യാമേ കാശിന്റെ ശാമം തീർന്നടി വീതിയുള്ള കൃതാവാനടി തെയ്യാമേ അങ്കമാലിക്കാരനാണടി തെയ്യാമേ തമരടിക്കണ കാലമായടി തെയ്യാമേ കാശിന്റെ ശാമം തീർന്നടി തെയ്യാ തിയാമേ തിയാമേ തിയാ തിയാ തിയാമേ 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 തിയാ തിയാ തിയാമേ തിയാമേ